ഈ ഡിബേറ്റിലേക്ക് സ്വാഗതം. മറ്റ് സംസ്ഥാനങ്ങളിൽ പയറ്റുന്ന തീവ്ര ഹിന്ദുത്വ നിലപാട് കേരളത്തിൽ ഏൽക്കില്ലെന്ന ബോധ്യം ബി.ജെ.പിക്ക് വന്നിട്ട് കാലം കുറച്ചായി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ പാർട്ടി നയം മാറ്റുന്നത്. മൃദു ഹിന്ദുത്വ നിലപാടിനൊപ്പം ക്രൈസ്തവ സമൂഹത്തെയും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി.ജെ.പിയുടെ പ്രവർത്തനങ്ങൾ. അത്രയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കം ലക്ഷ്യത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിൽ നാളെ എത്തുമ്പോൾ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ മോദി ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും? മോദിക്ക് വഴങ്ങുമോ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുടെ ലക്ഷ്യം എന്താണ്? ക്രൈസ്തവ വോട്ടുകൾ ബി.ജെ.പിക്ക് ലഭിക്കുമോ? ബി.ജെ.പിയുടെ ലക്ഷ്യം വോട്ട് ബാങ്കോ? UDF-നും LDF-നും വെല്ലുവിളിയാണോ ഈ സന്ദർശനം? എവി ഡിബേറ്റ് പൂർണ്ണമായും പരിശോധിക്കുകയാണ് ഈ വിഷയം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് UDF പ്രതിനിധിയായി ജോസഫ് മാർട്ടിൻ, LDF പ്രതിനിധി വർഗീസ് പേരേൽ, ഒപ്പം തന്നെ RJD പ്രതിനിധി ബിനു പഴയച്ചിറ, രാഷ്ട്രീയ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ബിനു പഴയച്ചിറയിലേക്ക് പോവുകയാണ്. ശ്രീ ബിനു പഴയച്ചിറയിൽ, താങ്കൾ ഈ കത്തോലിക്ക സഭയുമായി ഏറെ അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ താങ്കളോട് തന്നെയാണ് ആദ്യത്തെ ചോദ്യം. ക്രൈസ്തവരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ എന്നുമില്ലാത്ത, അതായത് പണ്ടെങ്ങും ഇല്ലാത്ത ഒരു ക്രൈസ്തവ സ്നേഹം ഈ അടുത്ത ബി.ജെ.പിക്കുണ്ട്. ക്രൈസ്തവരെ ലക്ഷ്യമിടുകയും ചെയ്യുന്നുണ്ട്. 8 ബിഷപ്പുമാരുമായിട്ട് നാളെ ചർച്ച നടത്തുന്നു കൊച്ചിയിൽ. എന്തിനായിരിക്കും ഈ ക്രൈസ്തവ സ്നേഹം? ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കേരള സന്ദർശന വേളയിൽ പ്രബല ഒരു സമുദായം എന്ന നിലക്ക് വിവിധ ക്രൈസ്തവ സഭാ നേതാക്കന്മാരെ കാണാൻ വിളിച്ചു എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. ഇതിനകത്ത് ഒരു സമുദായവുമായി ബന്ധപ്പെട്ട ആളുകളെ കാണുന്നതിനകത്ത് അസ്വാഭാവികതയൊന്നും ഇപ്പോൾ കാണുന്നില്ല. കാരണം കാണേണ്ടതില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയ നേതാവല്ല, അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം വരുന്നു, അദ്ദേഹം ഒരുപക്ഷെ അത്തരം സമുദായ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കേൾക്കാനൊക്കെയുള്ള ഒരു സാഹചര്യമായിരിക്കാം അദ്ദേഹം സൃഷ്ടിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് അതിന് രാഷ്ട്രീയം കൊണ്ടുപോകുന്നത് വേറെ ചിലരുടെ ഉദ്ദേശമാണ്. അതിനെ അത്തരത്തിൽ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും അത് എല്ലാ വിഭാഗം ആളുകളെയും കാണുന്നു, അക്കൂട്ടത്തിൽ ക്രൈസ്തവ സഭയുടെ വിവിധ സഭാ നേതാക്കന്മാരെയും കാണുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് വലിയ പ്രാധാന്യമില്ല. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കുറേ ദിവസങ്ങളായി കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലം ക്രൈസ്തവ സഭ സംഘപരിവാറിന് കീഴടങ്ങുന്നുവോ അല്ലെ സംഘപരിവാർ രാഷ്ട്രീയത്തെ സന്ധി ചെയ്യുന്നോ എന്നൊക്കെ ഉള്ള ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത്തരം ചർച്ചകൾക്കൊക്കെ വലിയ പ്രസക്തി ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ക്രൈസ്തവ സഭയെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസികൾ ഇന്ത്യ ഒട്ടാകെ അരക്ഷിതാവസ്ഥയിലാണ്. ഇത് പറഞ്ഞത് ഞാനല്ല, ശ്രീ അജി കുഞ്ഞുമോനല്ല, മാധ്യമങ്ങളല്ല. ഇത് കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ പ്രസിഡന്റ്, ബഹുമാനിയായ പ്രസിഡന്റ് ദ്രൗപദി മുർമു പറഞ്ഞതായി മാധ്യമങ്ങളിൽ വന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ ക്രൈസ്തവ സഭാ നേതാക്കന്മാർ കേരളത്തിന് പുറത്ത് പല പ്രദേശങ്ങളിലെ ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചുള്ള വേട്ടയാടലിലെ ആശങ്കകളൊക്കെ പങ്കുവച്ചു എന്ന് വരാം. അപ്പോൾ അതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്ന് തന്നെയാണ് ഞാൻ പോസിറ്റീവായിട്ട് കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതിന് രാഷ്ട്രീയം കൊണ്ടുവരുന്നവർക്ക് ദുരുദ്ദേശമുണ്ട്. ആ ദുരുദ്ദേശത്തെ എന്നോട് യോജിച്ചു പോകാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. കാരണം സംഘപരിവാരം ഈ രാജ്യത്ത് എന്താണോ കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് അതിന് ഇരയാക്കപ്പെടുന്നവരായി അത്രത്തോളം അതിനോട് സമരസപ്പെടുന്നവരാണ് ക്രൈസ്തവ പുരോഹിതർ എന്ന് ഞാൻ അറിയുന്ന ക്രൈസ്തവ പുരോഹിതർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അങ്ങനെ ഒരു സമരസപ്പെടലിന് പോകുന്നത് ആത്മഹത്യാപരം തന്നെയായിരിക്കും. കാരണം ഇവിടെ ഭാരതത്തിൻ്റെ അഖണ്ഡതയും മതസൗഹാർദ്ദവും ഒക്കെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടുകയും ഗൗരവമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾക്കെതിരെ സംഘടിതമായി, മതന്യൂനപക്ഷങ്ങൾക്കെതിരെ സംഘടിതമായി ചില മേഖലകളിൽ നിന്ന് ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പം അത് സ്നേഹത്തിന് വേണ്ടിയാണ് എന്ന് വിശ്വസിക്കാനും മാത്രം രാഷ്ട്രീയമായി അപക്വമായ ഒരു ചിന്ത എനിക്കില്ല എന്ന് തന്നെയാണ് ഞാൻ ബിനുവിലേക്ക് വരാം. ഇപ്പോൾ ശ്രീ ഡോക്ടർ വർഗീസ് പേരേലും നമുക്കൊപ്പം ചേരുന്നുണ്ട്, LDF-ന്റെ പ്രതിനിധി. ശ്രീ ഡോക്ടർ വർഗീസ് പേരേൽ, ഓർത്തഡോക്സ് സഭയുടെ അടക്കം ബാബയുമായി, മാത്യു സ്ഥിതിയൻ ബാബയുമായിട്ടൊക്കെ നാളെ ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ മാത്യു സ്ഥിതിയൻ ബാബയെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖവെള്ളിയാഴ്ചയുടെ ആഷ ആഴ്ചയുടെ സമയമായപ്പോൾ പോയി സന്ദർശിച്ചതിന് ശേഷം ഈ ഓർത്തഡോക്സ് സഭാ തലവൻ പറഞ്ഞത്, ഈ ഇന്ത്യയിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെടുന്നു, ബി.ജെ.പിക്ക് പിന്തുണ കൊടുക്കുന്നില്ല എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. നാളെ അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ LDF-ന് ഈ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമ്പോൾ എങ്ങനെയാണ് LDF ഇതിനെ നോക്കിക്കാണുന്നത്? നമസ്കാരം.
ഇന്ത്യൻ പ്രധാനമന്ത്രി ബഹുമാനായ നരേന്ദ്രമോദി അടുത്ത ദിവസം കൊച്ചിയിൽ വെച്ച് കേരളത്തിലെ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുമായി ചർച്ച നടത്തുന്നുണ്ട്. നല്ല കാര്യമാണത്. അതിനെ കേരള കോൺഗ്രസ് പാർട്ടിയും LDFും സ്വാഗതം ചെയ്യുന്നു. പക്ഷേ ഈ ചർച്ച നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഇന്നത്തെ സ്ഥിതി നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഒരു മാസമായില്ല ഡൽഹിയിലെ ജന്തർ മന്ദറിൽ, അതിന് മുമ്പില് ഇന്ത്യയിലെ 85 സഭകളുടെ പ്രതിനിധികള് ധർണ നടത്തി. എന്തിനാണ് ധർണ നടത്തിയത്? ധർണ നടത്തിയപ്പോൾ ഉന്നയിച്ച വിഷയം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ക്രൈസ്തവ സഭകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ആ ധർണയെക്കുറിച്ച് അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നാളിതുവരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അമിത്ഷായോ BJPയുടെ ഏതെങ്കിലും വക്താവോ ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലുള്ള കൊച്ചിയിൽ നാളെ അഭിയന്യ സഭാപിതാക്കന്മാർ കൂടുമ്പോൾ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ ചിത്രം ഇതാണ്. 85 സഭകളുടെ പ്രതിനിധികൾ ഡൽഹിയിലെ ജന്തർ മന്ദറില് ധർണയിരുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് LDFിനെ കുറിച്ച് കാണുന്നത് BJPയുടെ ഒരു വക്താവ് പോലും ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അനുകൂലിച്ച് പറയട്ടെ, അല്ലെങ്കിൽ നിഷേധിക്കട്ടെ. ഇന്ത്യയിലെ ക്രൈസ്തവർക്ക് പ്രശ്നമില്ല എന്ന് നിഷേധിക്കട്ടെ. അതുകൊണ്ട് ഈ വിഷയത്തെ LDFനോ കേരള കോൺഗ്രസമോ ഭയപ്പെടുന്ന പ്രശ്നമേ ഇല്ല. രണ്ടാമത്, വളരെ വേദനയോടെ ഞാൻ പറയട്ടെ, ലോകാരാധ്യയായ മദർ തെരേസയെ ആക്ഷേപിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, നിന്ദിച്ചുകൊണ്ട് എത്രയോ തവണ BJP നേതാക്കന്മാർ, അമിത്ഷാ പോലും സംസാരിച്ചിട്ടുണ്ട് എന്ന് കേരളത്തില് ശ്രീമതി KP ശശികല അതിന്റെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ലോകം മുഴുവൻ ആരാധിക്കുന്ന ബഹുമാനിയായ വ്യക്തിയാണ് മദർ തെരേസ. ആ മദർ തെരേസയായ മോഹൻ ഭഗവത് ആക്ഷേപിക്കുന്ന കാണാം, KP ശശികല ആക്ഷേപിക്കുന്ന കാണാം. അതിനെക്കുറിച്ച് BJPക്ക് എന്താ പറയാനുള്ളത്? നാളെ കൊച്ചിയിൽ ചർച്ച നടത്തുമ്പോൾ ക്രൈസ്തവ മത മേലധ്യക്ഷന്മാരുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ട്. അത് BJP നേതാക്കന്മാർ മനസ്സു പോകരുത്. യാതൊരു സംശയവുമില്ല, കൊച്ചിയിലെ ചർച്ചയുടെ പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ ക്രൈസ്തവരെ നന്നാക്കാനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല.